ഐ ലവ് ചെമ്മണ്ട ഇൻട്രൊഡക്ഷൻ. എന്തായാലും ഭംഗിയിലെ ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ ലൊക്കേഷനുകൾ തേടി ഇങ്ങനെ പോവുകയാണ്. അപ്പം മഴ സമയമായതുകൊണ്ട് പ്രകൃതിക്കൊക്കെ വല്ലാത്തൊരു മാറ്റം കണ്ടോ. ഇവിടെ അത്യാവശ്യം ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടി അപ്പുറത്ത് ആ സൈഡ് അപ്പുറത്ത് ഇതുപോലെ പാടം ഉറങ്ങുന്നുണ്ട്. എന്താ ഒരു ഇതാ നല്ല ഭംഗി. അപ്പം പലപ്പോഴും ഞാൻ ഇവിടെ വരണം ബ്ലോഗ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റാറില്ല. അപ്പോൾ ഇന്ന് ഒരു ഭാഗ്യം പോലെ നമുക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ മെയിൻ കാര്യം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ്റെ പോരായ്മയെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പോരായ്മ തന്നെയാണ്, അത് ഡീറ്റെയിൽ വീഡിയോ പിന്നെ വരും. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു ഏരിയയാണ്. ഈ സ്ഥലത്തിനും അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ. ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ ഇവിടേക്കൊക്കെ വരുമായിരുന്നു. ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നിട്ട് കുറേ നേരം ഇരിക്കുമായിരുന്നു ഒരു സമയത്ത്. പക്ഷെ ഇപ്പം അതിനൊന്നും സമയമോ സാഹചര്യമോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഇവിടെ വന്നു. അപ്പോൾ ഇത് കണ്ടു, അത് ഐ ലവ് ചെമ്മണ്ട. ഐ ലവ് ചെമ്മണ്ട. അപ്പുറത്തെ സൈഡും പാടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കാർളം ചെമ്മണ്ട റോഡ്. കണ്ടോ എന്താ ഒരു ഭംഗി. ഇതിൽ കൂടെ ആയിരിക്കും നമ്മൾ ഡെയിലി കുറച്ചാൾ കഴിഞ്ഞാൽ വന്ന് പോകാൻ പോകുന്നു. കണ്ടോ ബാക്കിലും മല കണ്ടോ. ഇവിടെ മലയുണ്ടല്ലേ, അത് നോക്കൂ. അങ്ങ് അറ്റത്തൊരു മല കാണുന്നുണ്ടോ? എൻ്റെ എത്രത്തോളം അത് കണ്ടോ. പക്ഷെ എൻ്റെ ദൈവേ, അത് കണ്ടോ നിങ്ങൾ, മല കണ്ടോ ഗൈസ്. ഇത് എത്ര ദൂരെയാണല്ലേ, ഇത് സൂം ചെയ്തിട്ടാണ് ഇത്രയും കണ്ടോ മല. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞങ്ങൾ കൊണ്ട് നടന്നു പോകാറുണ്ട് കണ്ടോ. അതിൻ്റെ അപ്പുറം ഇപ്പം നടന്നു പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അത് കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. ഐ ലവ് ചെമ്മണ്ട. സൂമിങ് കുറയ്ക്കണം. ഓക്കെ, സൂം ചെയ്തതാണ് ഇതുണ്ട്. രാത്രിയിലൊക്കെ ഇങ്ങനെയല്ല ഭംഗിയായിരിക്കും കേട്ടോ. എല്ലായിടത്തും ഉണ്ട്. ഇതിപ്പോൾ ഉണ്ടോ, അത്യാവശ്യം മഴ പെയ്തിരിക്കുന്നൊരു സമയമായതുകൊണ്ടാണ് ഈ ഒരു ഭംഗി. അപ്പം അങ്ങനെ